കേന്ദ്ര സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുമായി സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ്. കർഷക സമരത്തിലെ പോസ്റ്റുകളിൽ നടപടി വേണമെന്ന കേന്ദ്ര ആവശ്യത്തിൽ ചില അക്കൌണ്ടുകൾ പിൻവലിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര നിർദ്ദേശമുണ്ടായി. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണെന്നും എക്സ് പ്രതികരിച്ചു. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ എക്സുമായി സംബന്ധിച്ച് പുറത്തുവരുന്നത്. എന്തൊക്കെ പ്രതികരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്? ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നോ പോസ്റ്റുകളടക്കം വേണ്ടെന്ന് വെച്ചത്? 170 സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കർഷക സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര മന്ത്രാലയമാണ് ഈ അക്കൗണ്ടുകൾ വിലക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് ഈ നിർദ്ദേശം കേന്ദ്ര IT മന്ത്രാലയം ഒരു ഉത്തരവായി പുറത്തിറക്കുകയായിരുന്നു. വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് സംബന്ധിച്ച കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇത് എക്സ് മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ച നോട്ടീസിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചത്. നോട്ടീസ് പങ്കുവെക്കാൻ കഴിയില്ല എങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിലുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പുറത്തു വന്നിട്ടുള്ള പോസ്റ്റുകളിൽ പലതും പിഴശിക്ഷയും തടവും ഉൾപ്പെടെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ ബാധകമാക്കുന്ന തരത്തിലുള്ളവയാണ്. ഈ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച 170 അക്കൗണ്ടുകൾ റദ്ദാക്കണം അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം തടയണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. ഇതിനോട് എക്സ് വിയോജിപ്പ് രേഖപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നും കേന്ദ്ര സർക്കാരിന്റെ നടപടി തെറ്റായ രീതിയിലാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നും എക്സ് വിവരം പങ്കുവച്ചു. എന്നിരുന്നാൽ തന്നെയും കേന്ദ്ര സർക്കാർ ഉത്തരവ് മാനിച്ചുകൊണ്ട് ഈ അക്കൗണ്ടുകൾ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കും. പക്ഷേ ഈ അക്കൗണ്ടുകൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാക്കുമെന്നും എക്സ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എക്സിന് പിന്നാലെ മറ്റ് കമ്പനികൾ കൂടി ഇത്തരം വെളിപ്പെടുത്തൽ നടത്തുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. പ്രധാനമായും സമൂഹ മാധ്യമ കമ്പനികൾക്ക് ഇതാദ്യമായല്ല ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകുന്നത്. സർക്കാരിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വിഷ്ണു, നിലവിൽ ഇപ്പോൾ എക്സ് മാത്രമാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ നോക്കുകയാണെങ്കിൽ മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകാം അല്ലേ? തീർച്ചയായും. കാരണം നേരത്തെ നമുക്കറിയാം മെറ്റയ്ക്ക് ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ, അതായത് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ, പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റയ്ക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പലപ്പോഴും ഈ കമ്പനികൾ ഇത് അംഗീകരിക്കാതെ വന്നതോടെ സമൂഹ മാധ്യമ കമ്പനികൾ ഇന്ത്യയിലെ IT നിയമം ലംഘിക്കുകയാണ് എന്ന തരത്തിലെല്ലാം തന്നെയാണ് കേന്ദ്ര സർക്കാർ വിമർശനം ഉന്നയിച്ചത്. വലിയ നടപടികളിലേക്ക് സർക്കാർ കടന്നിരുന്നു. പിഴ ചുമത്തുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഇതിനോടകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുടെ വാർത്താ പ്രതിനിധികൾ പോലും ഹരിയാന, പഞ്ചാബ് അതിർത്തിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം. എന്നാൽ ആഭ്യന്തര മന്ത്രാലയവും IT മന്ത്രാലയവും പറയുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നു എന്നുമാണ്. പക്ഷേ ക്രമസമാധാന പ്രശ്നം എന്ന് പറയുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇത്? തീർച്ചയായും ഇക്കാരണം തന്നെയാണ് ഇപ്പോൾ ഈ നോട്ടീസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് എക്സും പങ്കുവച്ചിരിക്കുന്നത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇത് എന്ന് തന്നെ എക്സ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യോജിപ്പുകളോട് കൂടിയ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ, ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഇവ പങ്കുവയ്ക്കാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകരുത് എന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് എക്സ് താല്പര്യപ്പെട്ടത്.